എൻ്റെ പൊന്നാര സഹോദരന്മാരെ, ഒരു പണിയില്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങുക. വെറുതെ മനുഷ്യനെ മെനക്കെടുത്തില്ലേ. കുറേ ആളുകൾ വിദ്യാസാഗറിൻ്റെ പോസ്റ്റ് എൻ്റെ അടുത്ത് എനിക്ക് അയച്ചിരിക്കുകയാണ്. അവരുടെ പേരാണോ നിങ്ങളുടെ പ്രശ്നം? അല്ല. പിന്നെ അവരുടെ മതം, ഇതര മതസ്ഥരെ കൊന്നെടുക്കുവാൻ അവരുടെ മതം നൽകുന്ന ലൈസൻസ്, അത് തന്നെയാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നം. ആ മതം പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഭയത്തോടെ കാണേണ്ടി വരികയാണ്. ടെൻഷനാണ് ഇതൊക്കെ കണ്ടിട്ട്. എന്ത് ടെൻഷനാണ് ഇതെന്താ? പായസം ഏതാണെന്നറിയോ? അടപ്രഥമൻ. അപ്പുറത്തൊരു ചേച്ചിയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥ, ശ്രീലേഖ എന്ന പേര്, കൊടുത്തു വിട്ടതാ. പനിയാണെന്ന് പറഞ്ഞിട്ടും ചുക്കാപ്പി വേണമെന്ന് ചോദിച്ചാൽ അപ്പം ഇപ്പം എന്താ ഉണ്ടാക്കിയത്? അത് പ്രഥമനാണ്, കൊടുത്തു വിട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ ശ്രീലേഖ ചേച്ചിക്ക് പടച്ചോനെ ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മരുഭൂമിയിൽ പെയ്ത മഴയുടെ സന്തോഷമില്ലേ, അതുപോലെ വീട് കിട്ടിയ വരദാനം പോലെ നമ്മളെന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത്? നമ്മളതിനകത്ത് എന്തിനാണ് അഭിപ്രായം പറയുന്നത്? നീ പൊട്ടിച്ച, നിൻ്റെ വാപ്പ പൊട്ടിച്ച, നിൻ്റെ ഉമ്മ പൊട്ടിച്ച, നിൻ്റെ പെങ്ങന്മാരെ സഹോദരങ്ങൾ പൊട്ടിച്ച? ഇല്ല. നിനക്കെന്താണ്? ഞാൻ പൊട്ടിച്ച, ഇവിടെ പനിയായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഡൽഹിയിൽ പോയിട്ടുമില്ല, പൊട്ടിച്ചിട്ടുമില്ല. എൻ്റെ വാപ്പ മീൻ കച്ചവടത്തിന് പോയിരിക്കുകയാണ്, ഉമ്മ ചെമ്മീൻ ഷെഡിലുമാണ്, പെങ്ങന്മാർ രണ്ടുപേരും കെട്ടിച്ച് വിട്ടെടുത്താണ്. പിന്നെ ഞാനെന്തിനാ ഉത്തരം പറയുന്നത്? ഓ, എൻ്റെ സമുദായം പറയണം, നിൻ്റെ സമുദായം പറയണം, നിൻ്റെ മതഗ്രന്ഥം വെച്ചിട്ടാണ് ഈ പൊട്ടിച്ചതെന്ന്. പൊന്നുമോനെ, നീ ശബ്ദം താഴ്ത്തിയിട്ട് അവനോട് പറയുക. മക്കാ മസ്ജിദ് സ്ഫോടനമുണ്ട് അജ്മീറിൽ. കുറേ മനുഷ്യന്മാർ, നിരപരാധികളായ മനുഷ്യന്മാർ മരണപ്പെട്ടു. അതിൽ പിടിക്കപ്പെട്ട പ്രതി സ്വാമി അസീമാനന്ദഗിരിയാണ്. സ്വാമി അസീമാനന്ദഗിരിയാണ്. ഹിന്ദു മതം ഉത്തരവാദിത്തം പറയണോ? വേണ്ട. ഗീതയോ രാമായണമോ മഹാഭാരതമോ സമാധാനം പറയണോ? വേണ്ട. മലേഗാവ് സ്ഫോടനത്തിൽ ആദ്യം പിടിക്കപ്പെട്ടത് ആരെയാണ്? പ്രഗ്യാൻ സിംഗ് താക്കൂർ. ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന് മത്സരിച്ച് നിലവിൽ പാർലമെൻറ്റിലുള്ള ആൾ. ആദ്യഘട്ടത്തിൽ അവരെയാണല്ലോ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഹിന്ദു മതമോ ഹിന്ദു വേദഗ്രന്ഥങ്ങളോ മറുപടി പറയേണ്ടതുണ്ടോ? വേണ്ട. ഹിന്ദുക്കൾ അങ്ങനെയല്ലെന്നേ. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? കരാവിവ ശരീര നേത്രയോരുമ പശ്മണി ആ വിചാര്യം കുര്യൻ മിത്രം സമുച്ചതെ. കണ്ണിൻ്റെ പോള പോലെ അവരനെ, മറ്റുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കണം. കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അക്രമങ്ങളിൽ നിന്നും കണ്ണിനെ തടുക്കുന്ന പോലെ പോള. മറ്റുള്ളവരെ സംരക്ഷിച്ച് നിർത്തണമെന്ന് പറയുന്ന മതമാണ് ഹൈന്ദവ ദർശനം, സനാതന ധർമ്മം. അവർ ഉത്തരവാദിത്തം പറയേണ്ട കാര്യമില്ല. ചെയ്യുന്നവൻ തീവ്രവാദി, ഭീകരവാദി. ഇപ്പം ഡൽഹിയിൽ പിടിച്ച ഡോക്ടർ ഉമർ തീവ്രവാദി, ഭീകരവാദി. അവനാണ് ചെയ്തതെങ്കിൽ തീവ്രവാദി, ഭീകരവാദി. എന്ത് ചെയ്യണം? ഇഞ്ച ചതക്കുന്ന പോലെ ചതക്കണം, തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം. തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. സ്വാമി അസീമാനന്ദഗിരി തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. കളമശ്ശേരിയിൽ 8 പേരെ കൊലപ്പെടുത്തിയ മാർട്ടിൻ, ആ മാർട്ടിൻ്റെ മതമോ മറ്റിൻ്റെ ബൈബിൾ എന്ന് പറയുന്ന വേദഗ്രന്ഥമോ അതിന് മറുപടി പറയേണ്ടതുണ്ടോ? ഇല്ല, അവരുടെ ഇല്ല. ആരാണോ കൃത്യം ചെയ്യുന്നത് അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതിനകത്ത് നമ്മളാരും അതിനകത്ത് മറുപടി പറയേണ്ടതില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള അക്രമങ്ങൾ, സ്ഫോടനങ്ങൾ, ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ നടത്തിയ ആളുകളെയൊക്കെ തീവ്രവാദികൾ, ഭീകരവാദികളെന്ന് തന്നെ നമ്മൾ വിളിക്കുക. മനുഷ്യരെ കൊല്ലുന്നതാണ് തീവ്രവാദം, ഭീകരവാദമെങ്കിൽ അതാര് നടത്തിയാലും തീവ്രവാദവും ഭീകരവാദമാണ്. അത് മുസ്ലിം നടത്തുമ്പോൾ മാത്രം മദ്രസയും വേദഗ്രന്ഥവും മാത്രം വരുന്നത് ഒരുതരം അസുഖമാണ്. ആ അസുഖത്തിന് മരുന്നില്ല. ലോകത്താര് ചെയ്താലും അത് തീവ്രവാദവും ഭീകരവാദമാണ്. പിന്നെ മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ടല്ലോ ഇതൊക്കെ നടക്കുമ്പോൾ. ആ സംശയത്തിന് ഒരു ഉത്തരം തന്നാൽ മതി. നിങ്ങൾ ചൂടാകുകയോ ദേഷ്യപ്പെടുകയോ തെരുവിളിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ മെഴുകുന്നു എന്ന് പറയണ്ട. ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരം തരാനേ ഉള്ളൂ. നമ്മൾ സ്വാഭാവിക യുക്തി വെച്ച് ചിന്തിക്കൂലേ? ഇപ്പോൾ നോക്ക്, കണ്ണൂർ മാഹിയിൽ നിന്ന് ഒരു കുപ്പി ലിക്കർ മേടിച്ച് നിക്കറിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ പൊക്കും. അത്രയും സമഗ്രമായി നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ഇതുവരെ തീരാത്തൊരു സംശയം. എലത്തൂരിൽ ഒരു പരിചിതമല്ലാത്ത ഒരാൾക്ക്, ആ നാടിനോട് തീരെ തന്നെ ബന്ധമില്ലാത്ത ഒരാൾക്ക്, ഇപ്പം ഞാൻ എനിക്ക് എലത്തൂർ അറിയത്തില്ല, അവിടെ ചെന്ന് ഒരു ക്രൈം നടത്തി ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ട് എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? എൻ്റെ നാട്ടിൽ ആലപ്പുഴ എത്താൻ പറ്റുമോ? പറ്റില്ല. ആ നാടറിയാതെ എങ്ങനെ നമ്മൾ പോകും? വഴി അറിയാതെ. എലത്തൂരിൽ ട്രെയിനിൽ തീ വെച്ചിട്ട് സേഫി ആ ഉൾക്കാടുകളിലൂടെ ഓടി രക്ഷപ്പെട്ട് നോയിഡയിൽ നിന്ന് പിടിച്ചെന്ന് തോന്നുന്നു, ഡൽഹിക്കാരൻ നോയിഡയിൽ നിന്ന്. മനുഷ്യർ സ്വാഭാവികമായിട്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, ഇതെങ്ങനെ പോസിബിളാവും? ഇത് ചോദിക്കുന്നതിനെന്താ പ്രശ്നം? ഇത്രയും വലിയ ഏജൻസികളുള്ള നാട്ടിൽ മണിക്കൂറുകളോളം ഈ RDX ദിവസങ്ങളോളം സൂക്ഷിച്ചിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല? പുൽവാമയിൽ അങ്ങനെയല്ലേ? മണിക്കൂറുകളോളം വെടിമരുന്ന് നിറച്ചു വെച്ച ലോറി ട്രക്ക് കടന്നിട്ട് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു സംശയം ഉന്നയിക്കും. അതിന് മറുപടി തന്നാൽ മതി. നമ്മൾ മനുഷ്യരല്ലേ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സംശയം ചോദിക്കൂലേ? ആ സംശയത്തിന് ഉത്തരം തരാതെ തീവ്രവാദി, ഭീകരവാദി വിളിച്ചാൽ നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുമെന്നല്ലാതെ ഒരു കാര്യമില്ല. ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായി? കൃത്യവും വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട്
ഈ ഏതാണെങ്കിലും ലോകത്ത് എവിടെ അക്രമം നടന്നാലും തീവ്രം അതിനകത്തൊരു പ്രതി ചേർക്കപ്പെടുന്നവൻ്റെ പേര് മുസ്ലിം ആണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ വാപ്പായോ എൻ്റെ ഉമ്മയൊക്കെ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരുടെയും പല ആളുകൾ ഉത്തരം പറയേണ്ടി വരും. ഞാൻ നിരത്തിയിട്ടില്ല, നിരത്താനിരിക്കുന്നേ ഉള്ളൂ. ഈ പനി ഒന്ന് മാറിക്കോട്ടെ, അതൊരു സമയം തരുമല്ലോ. പക്ഷെ നമുക്ക് കാണാം